മലയാളി അസോസിയേഷൻ എന്ന് പറയുന്നത് കാനഡയിലുള്ള സർവ്വ മലയാളികൾക്കും വേണ്ടി നിലകൊള്ളുന്നതായിട്ടുള്ള ഒരു അസോസിയേഷനാണ്. കനേഡിയൻ മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കനഡയിലുള്ള എല്ലാ മലയാളികളെയും കൂട്ടായ ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ മലയാളികൾക്കും അവരുടെ കേരളീയമായ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ അവർക്കുള്ളതായ കേരളത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഒരു ഓർഗനൈസേഷനായിട്ടാണ് കനേഡിയൻ മലയാളി അസോസിയേഷൻ രൂപം. ജാതിമത ഭേദമന്യേ എല്ലാ ആൾക്കാർക്കും ഇതിൽ മെമ്പേഴ്സ് ആകാവുന്നതാണ്. 100 കണക്കിന് ലൈഫ് മെമ്പേഴ്സും ഫാമിലി മെമ്പേഴ്സും അതുപോലെ സിംഗിൾ മെമ്പേഴ്സും ഉള്ള ഒരു അസോസിയേഷനാണ്. അതിൻ്റെ വളരാനുള്ള മുഖ്യ കാരണം അതിൽ പ്രവർത്തിക്കുന്നവർ ചെറുപ്പക്കാരാണ്, ത്യാഗമനസ്ഥിതിയുള്ളവരാണ്. അവരുടെ പ്രവർത്തനം എന്നും അഭിമാനിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ CMA അഥവാ കനേഡിയൻ മലയാളി അസോസിയേഷൻ ഇത്ര ഫാസ്റ്റായിട്ട് ഇത്ര വേഗത്തിൽ വളർച്ച. കനേഡിയൻ മലയാളി അസോസിയേഷൻ്റെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ളതായ എല്ലാ മലയാളി സുഹൃത്തുക്കളുടെയും ഉന്നമനത്തെ ലക്ഷ്യമുള്ളതാക്കുകയാണ്. അത് കാരണം നമ്മുടെ കൂടിയിരിക്കുന്ന ജാതി മത ഭേദം എന്നീ എല്ലാ മലയാളികൾക്കും ഒത്തുചേർന്ന് പ്രവർത്തിച്ച് ഈ ഓർഗനൈസേഷനെ അതിൻ്റെ പദവിയിലേക്ക് എത്തിക്കുവാൻ സഹകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. CMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു കുടുംബാംഗങ്ങളെ പോലെ ഒരേ ലക്ഷ്യത്തോടു കൂടി, അതായത് ഇവിടുത്തെ മലയാളികളുടെ സാംസ്കാരിക സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുതന്നെയാണ് എന്നെ CMAയിലേക്ക് അഥവാ കനേഡിയൻ മലയാളി അസോസിയേഷനിലേക്ക് ആകർഷിച്ചത്. കനേഡിയൻ മലയാളി അസോസിയേഷനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ധാരാളം പറയാനുണ്ട്. അതിന്റെ പ്രവർത്തന ശൈലിയാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. ആദ്യമായിട്ട് കാനഡയിലെത്തിയിട്ട് ഒരു മലയാളി പ്രസ്ഥാനവുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതും പ്രവർത്തിക്കുന്നതും ഈ അസോസിയേഷനിലൂടെയാണ്. ഇതിൽ പ്രവർത്തിക്കുന്നതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. ഞാൻ ആദ്യമായി കാനഡയിൽ വരുമ്പോൾ എനിക്ക് ഒരു മലയാളിയെയും പരിചയമില്ലായിരുന്നു. CMAയിൽ കൂടിയാണ് ഞാൻ ഇവിടുത്തെ മലയാളി സമൂഹവുമായിട്ട് ബന്ധപ്പെടാൻ സാഹചര്യം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ CMA ആണ്. CMA വിട്ടിട്ട് എനിക്കൊരു മലയാളി സമൂഹത്തോടും പരിചയം തന്നെ ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. കേരളത്തിൽ നിന്നും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിട്ട് കാനഡയിൽ എത്തിയതിൻ്റെ യാതൊരു ദുഃഖവും ഇന്നേ വരെ എനിക്ക് തോന്നാത്തതിൻ്റെ പ്രധാന കാരണവും ഈ കനേഡിയൻ മലയാളി അസോസിയേഷനിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കനേഡിയൻ മലയാളി അസോസിയേഷന്റെ ഇപ്പോഴത്തെ ഈ വർഷത്തെ എന്റർടൈൻമെന്റ് കൺവീനർ എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ നടത്താറുള്ള ചില പരിപാടികളിൽ പ്രധാനമായിട്ടുള്ളത് ഓണം, അതൊരു മഹോത്സവമായിട്ട് തന്നെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. കൂടാതെ വസന്തോത്സവം, ക്രിസ്മസ്, പിന്നെ ഫാമിലി പിക്നിക്, കൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും ഫാമിലിയായിട്ട് പോയി 1000 ഐലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോഴത്തേക്കും ഓണത്തിനെ കുറിച്ചാണ് പറയുന്നതിൽ ഞാൻ ഏറ്റവും അധികം അഭിമാനം കൊള്ളുന്നത്. CMAയുടെ ഓണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2006 ഓണം ശരിക്കും ഒരു മഹോത്സവമായിട്ടായിരുന്നു ഞങ്ങൾ നടത്തിയത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 1000-ലേറെ മലയാളികൾ പങ്കുകൊണ്ട കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്സവമായിരുന്നു. 1000 പേർക്ക് ഇലയിട്ട് ഓണസദ്യ വിളമ്പുക എന്ന് പറയുന്നത് അത് ചിന്തിക്കാൻ കൂടി പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങളത് പ്രാവർത്തികമാക്കിയത്. ഇനിയിപ്പോൾ 2007 ഈ വർഷത്തെ ഓണവും 1500-ലേറെ പേർക്ക് ഇലയിട്ട് ഓണസദ്യ കൊടുക്കുവാനായിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. CMA is a non-profit organization and we are working towards supporting our community or women and children. We have quite a number of plans which we have started working on, and soon you are all going to see what we have in store for children and youngsters especially. CMAയ്ക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കൊള്ളാവുന്നതായിട്ടുള്ള പല കാര്യങ്ങൾ അതിൻ്റെ കീഴിൽ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഒരു സാഹിത്യ കലാവേദി ഇന്ന് CMAയുടെ കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്നതായിട്ടുള്ള ഇമിഗ്രൻസിന് വേണ്ടിയിട്ട് പല വിധത്തിലുള്ള ഗൈഡൻസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പല സംരംഭങ്ങളും
ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേഴ്സസിന് പുതുതായിട്ട് വരുന്നതായിട്ടുള്ള നേഴ്സസിന്, പുതുതായിട്ട് വരുന്നതായിട്ടുള്ള മറ്റു കാറ്റഗറിയിലോട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കുന്നതിന് വേണ്ടി പല വിധത്തിലായിട്ടുള്ള ആൾക്കാർ ഇതിനെ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇന്ന് തയ്യാറായിട്ട് ഇന്ന് കഴിഞ്ഞു വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, ഉദാഹരണമായിട്ട് യൂത്ത് ഫോറം, വിമൻസ് ഫോറം, നേഴ്സസ് ഫോറം, ചിൽഡ്രൻസ് ഫോറം, ഇങ്ങനെ പല വിധത്തിലുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഇന്ന് അതിൻ്റെ കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതായിട്ട് ഇവിടെ വരുന്നതായിട്ടുള്ള ന്യൂ ഇമിഗ്രൻസിന് ESL ട്രെയിനിങ് പലയിടത്തും ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ കേരളീയ സെറ്റിങ്ങിൽ വന്നിരുന്നുകൊണ്ട്, കേരളീയരുമായിട്ട് ഒരുമിച്ചിരുന്നുകൊണ്ട് ESL ട്രെയിനിങ് കൊടുക്കാനായിട്ട് അസോസിയേഷൻ്റെ വെബ്സൈറ്റായ www.canadianmalayali.org വെബ് മാസ്റ്ററായിട്ട് ഞാനിപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് കനേഡിയൻ മലയാളി അസോസിയേഷൻ്റെ വെബ്സൈറ്റ് മറ്റ് എല്ലാ അസോസിയേഷനുകളെയും വെബ്സൈറ്റിനേക്കാൾ ഏറ്റവും വളരെയധികം ഹിറ്റുകളുള്ളതും ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇൻഫർമേഷനുകൾ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതുമായ ഒരു വെബ്സൈറ്റാണ്. കനേഡിയൻ മലയാളി അസോസിയേഷൻ്റെ ഈ വെബ്സൈറ്റ് ഒരു പോർട്ടലാക്കി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇവിടുന്ന് കാനഡയിലെത്തുന്ന ന്യൂ ഇമിഗ്രൻസിന് പ്രയോജനം ലഭിക്കത്തക്ക വിധം പല വിധ സർവീസുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അസോസിയേഷൻ വളർന്ന് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു അസോസിയേഷൻ ആകട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാൻ ആശംസിക്കുന്നു. Take this opportunity to thank everyone who supported us, every business organization, those from our own community as well as those outside the community. And it's a clear indication that they are helping us and they're supporting us for sure to achieving our goal. I thank you very much and I wish you all the very best.